തൊട്ടവനും കണ്ടവനും എല്ലാവനും നാറും. ഇല്ലെങ്കിലേ ഈ വേലായുധം നാറ്റിക്കും. അതൊന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാ. എന്നാ പിന്നെ പോട്ടെ. അയ്യോ, ഇനിയും വരേണ്ടി വരുമല്ലോ. അത് ഞാൻ ഓർത്തില്ല. എന്നാ വരട്ടെ. ഗോപാലേട്ടാ, ഇനിയിപ്പോ എന്താ നമ്മൾ ചെയ്യാ? എനിക്കറിയില്ല ശാരദേ, എനിക്കൊന്നും അറിയില്ല. പിന്നെ അവിടെ സംശയാസ്പദമായി കണ്ട 2 പേർ, അതുപോലെ ജീപ്പ്. ഈ 3 കാര്യങ്ങൾക്കാണ് ഞങ്ങൾക്ക് ഉത്തരം വേണ്ടത്. ഈ 3 കാര്യങ്ങളിൽ ഒരേ ഒരു കാര്യത്തിന് എനിക്ക് സാർ ഉത്തരം തരാൻ പറ്റുള്ളൂ. എന്റെ ജീപ്പ് അത് ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയതാണ്. മനസ്സിലായ? അപ്പൊ അത് എടുത്തോണ്ട് പോയതായിരിക്കും ഈ ബോഡി മാറ്റിയിട്ടുണ്ടാവുക. അങ്ങനെ ആയിരിക്കല്ലോ. നസീറിനെ കൊന്നത് ആരെന്ന ചോദ്യത്തിന് വിഷ്ണുവിന് ഉത്തരം ഉണ്ടാവില്ല, സമ്മതിച്ചു. പക്ഷേ സംശയം ചെന്ന് നിൽക്കുന്നത് വിഷ്ണുവിന്റെ ഫാദർ ഇൻ ലോയില്ല. അറിയോ? ഫാദർ ഇൻ ലോയെ രക്ഷിക്കേണ്ട കടമ വിഷ്ണുവിനുണ്ട് താനും. അങ്ങനെ ഒന്ന് ചിന്തിക്കുമ്പോ നിങ്ങൾ എന്തൊക്കെയാ പറയണേ? ഇപ്പൊ ഞാനാണ് നസീറിനെ കൊന്നതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നേ? അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇതിലെവിടെയെങ്കിലും വിഷ്ണുവിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ അതെന്തിന് എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. എന്റെ പൊന്ന് സാറേ, നസീർ എന്ന് പറയുന്നത് ഭൂലോക ഫ്രോഡും ഡ്രഗ് അടിച്ചു വരുന്നു. ആ ചെക്കനാണ് ഈ ലോകം മുഴുവൻ ശത്രുക്കളാണ്. അപ്പൊ അവരാരെങ്കിലും തീർത്തിട്ടുണ്ടാവുക. അല്ല, സാർ അവനോട് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? സാർ അവനോട് സംസാരിച്ചു നോക്കണം. ദേ, സാറിന് അവനോട് യാതൊരു വൈരാഗ്യയിലും അവന്റെ മുഖത്തൊരെണ്ണം പൊട്ടിക്കാൻ തോന്നുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരുത്തരെ തഞ്ചത്ത് കിട്ടിയ ആരാ സാറെ തീർക്കാത്തെ? അങ്ങനെ പെടുമരണം വാങ്ങിച്ചു കൂട്ടിയതായിരിക്കും. അതെ, അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ആ പെടുമരണം ഏത് രീതിയിൽ അവന് കിട്ടിയെന്ന് അറിഞ്ഞാ ഞങ്ങളും ഹാപ്പിയായി വിഷ്ണു. അപ്പൊ ഞാൻ ഹാപ്പി ആവില്ലല്ലോ സാറേ. അതെ, നിങ്ങളിപ്പോ ഈ കൊലപാതകം എന്റെ തലയിൽ വെക്കാനാണ് ഈ ശ്രമം നടത്തുന്നത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞ വണ്ടി മോഷണ കഥയൊന്നും നിങ്ങൾക്ക് വിശ്വാസമായിട്ടില്ല എന്നർത്ഥം. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ക്രൈം അങ്ങോട്ട് നടത്തി, എന്നിട്ട് ക്രൈം ചെയ്യാൻ ഉപയോഗിച്ച വാഹനം എന്താ പറയാ മോഷണം പോയി എന്നങ്ങോട്ട് പറയണു. എന്നിട്ട് ഇതൊക്കെ ഒളിച്ചു വെച്ചിട്ട് നമ്മുടെ നായകൻ വിജയിക്കണു. എന്റെ സാർ, അതൊക്കെ സിനിമയിലേ നടക്കുള്ളൂ, ജീവിതത്തിൽ നടക്കില്ല. അല്ല, നടത്താൻ നിങ്ങൾ സമ്മതിക്കൂലല്ലോ. എന്റെ പൊന്ന് സാറേ, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ടില്ല. ഇത് എന്തൊരു, നിങ്ങൾ തെളിയിക്കാൻ പറ്റിയ നിങ്ങൾ തെളിയിക്കും. നസീർ മരിച്ച അന്ന് വിഷ്ണു ശാരദാമ്മയുടെ വീട്ടിൽ ചെന്നിരുന്നു അല്ലേ? നസീർ മരിച്ചു നിങ്ങളോട് ആരാ പറഞ്ഞേ? നസീറിന്റെ ബോഡി കിട്ടാത്ത സ്ഥിതിക്ക് നസീർ മരിച്ചു നിങ്ങൾ എങ്ങനെ ഉറപ്പിക്കണേ? നസീർ അവന്റെ ബാപ്പയെ വിളിച്ച് സംസാരിച്ചതിൽ നിന്നും അവൻ കുടുംബശ്രീ ശാരദയുടെ വീട്ടിലുണ്ടായിരുന്നു. എന്റെ പൊന്നു സാറേ, അതും ഫോണിലാണല്ലോ പറഞ്ഞേ അല്ലേ? എന്നപ്പോ ഞാൻ ഒരു കാര്യം പറയാം. അവപ്പോ ഗോവയിലുണ്ട്. ഗോവയിലാന്ന് ഞാൻ പറയാം. ഗോവയിൽ നിന്ന് അവന്റെ ഫോൺ കോൾ അവന്റെ ശബ്ദത്തിൽ വന്നാ പോലെ. എന്നിട്ട് നിങ്ങൾ അന്വേഷിച്ച് അവനെ ഗോവയിൽ പോവോ? ഇതെന്താണിത്? വേലായുധന്റെ മൊഴിയിൽ വേലായുധൻ ഒരു കൊലപാതകത്തിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. ആ കൊലപാതകം ഈ നസീറിന്റെതല്ലേ? എന്റെ പൊന്ന് സാറേ, അത് വേലായുധനോടല്ലേ ചോദിക്കുക? ഇത് ചുമ്മാ എന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എനിക്ക് എന്നെ കഷ്ടം തോന്നുക. നിങ്ങൾ ഇവരല്ലേ കൃത്യമായിട്ടുള്ള തെളിവുകളില്ല. എന്റെ സാറേ, എന്തിനാണ് ഈ പ്രഹസനം? അല്ല, എനിക്ക് മനസ്സിലാവണില്ല. ഈ നസീറിനെ കൊന്നു കൊഴിച്ചു മൂടി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. ഈ വ്യക്തമായിട്ടുള്ള തെളിവില്ലാതെ സാറേ എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. സാറിന് മനസ്സിലായല്ലോ? എനിക്ക് വേറെ പരിപാടിയുണ്ട്. വിഷ്ണുട്ടാ, എന്താ ഇതൊക്കെ? പിന്നെ ഇത് സഹിക്കുന്നതിന് ഒരു പരിധിയില്ല. ചുമ്മാ ഒരു വരി എന്തോ ആന്ന് വെച്ചാ ഇതെന്താ വെള്ളരിക്ക പട്ടണ?
വെറുതെ മനുഷ്യന്റെ സമയം കളയാനായിട്ട്. വിഷ്ണുട്ടാ, മാഡം, മാഡത്തിന്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിച്ചത്. അയാളുടെ ഷോയൊക്കെ അയാളുടെ കയ്യിലിരിക്കേ ഉള്ളൂ. പോലീസിന്റെ നേരെ എടുക്കരുതെന്ന് പറയണം. ആരെങ്കിലും ഉണ്ടോ? ഇവൻ മതിയോ? അത് പിന്നെ ഈ കള്ളത്തരമൊക്കെ ഉള്ള ഇവിടെ അയ്യപ്പ, തനിക്കറിയാവോ, ഇവിടെ ആരും കള്ളനോ കൊള്ളക്കാരനോ ആയിട്ട് ജനിച്ചു വീഴുന്നില്ല. അത് പിന്നെ സാഹചര്യമാണ് അവരെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. പിന്നെ മുൻവിധി, ആ മുൻവിധിയാണ് ആദ്യം നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയേണ്ടത്. താൻ ഇവനെ ധൈര്യമായി കൂടെ നിർത്തിക്കോ. ഇവനിനി എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ഞാൻ നോക്കിക്കോളാം. അതിനി എന്ത് പരിഹാരം വേണമെങ്കിലും ഈ കുമാരൻ ചെയ്യും. മോനെ, നീ തൽക്കാലം ഇവിടെ നിൽക്കി. മറ്റെന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. മാണിക്കോത്ത വണ്ടിയാണല്ലോ അത്.